രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ അന്യായമായി കൈവശപ്പെടുത്താൻ ലക്ഷ്യം വെച്ചുള്ള ഗൂഢനീക്കങ്ങളുടെ ഭാഗമാണ് പാർലമെന്റിൽ അവതരിപ്പിച്ച പുതിയ വഖഫ് ഭേദഗതി ബില്ലെന്ന് PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് രജീബ്. പുതിയ ബില്ലിനെതിരെ എറണാകുളത്ത് PDP തൃക്കാക്കര മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ PDP സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് PDP തൃക്കാക്കര മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം നടത്തിയത്. എറണാകുളത്ത് നടത്തിയ പ്രതിഷേധം വഖഫ് ബില്ലിന്റെ കോപ്പി കത്തിച്ചുകൊണ്ട് PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് രജീബ് ഉദ്ഘാടനം ചെയ്തു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യമെങ്ങും ഉയർന്നുവന്ന പ്രക്ഷോഭങ്ങൾ പുതിയ വഖഫ് ബില്ല് നടപ്പാക്കുന്നതിനെതിരെയും ഉയർന്നുവരേണ്ടതുണ്ടെന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും സംഘടനകളുമായ രാഷ്ട്രീയ പാർട്ടികളുമായോ യാതൊരുവിധ ചർച്ചയും കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്യായമായി കൈവശം വെച്ചിരിക്കുന്ന വഖഫ് സ്വത്തുകൾ തിരിച്ചുപിടിക്കാനുള്ള യാതൊരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PDP തൃക്കാക്കര മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കാക്കനാട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം TA മുജീബ് റഹ്മാൻ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാഴക്കാല, മണ്ഡലം നേതാക്കളായ താഹ, അജി ജബ്ബാർ, ഫൈസൽ കറുകപ്പള്ളി, നാസർ KI, ലത്തീഫ് കരിമക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം സമൂഹത്തിന്റെ അവരുടെ കൈകാര്യകത്വത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ അന്യമതസ്ഥരെ കൊണ്ടുവരിക എന്നുള്ളത്, അതുപോലെ തന്നെ സ്ത്രീകളെ കൊണ്ടുവരിക എന്നുള്ളത്, ഇതൊന്നും കാലങ്ങളായിട്ട് ഇപ്പോൾ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകളിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി വിലയിരുത്തപ്പെടുകയും അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും കണക്കിലെടുക്കാതെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്നുള്ളത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് BJP സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ബില്ല് രാഷ്ട്രപതി ഒപ്പിടുവാൻ പാടില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രാഷ്ട്രപതി ഒപ്പിട്ട് ഇതൊരു ബില്ലായിട്ട് ഒരു നിയമമായിട്ട് രാജ്യത്ത് വന്നാൽ അതിശക്തമായ പ്രക്ഷോഭത്തെയും അതിശക്തമായ പ്രതിഷേധത്തെയും രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ നേരിടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ തൃക്കാക്കര. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയ്റ്റിലും ഡെയിലി ട്രെൻഡായി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.